ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിത് പറയാൻ പോകുന്നത് ഹൗ ഐ വെന്റ് ഫ്രം ദാറ്റ് ടു ദിസ് എന്നാണ്. അപ്പം ഈ കഥയൊക്കെ തുടങ്ങുന്നത് ഗൈസ് ഞാൻ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. 8th വെക്കേഷൻ ആണ് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആവുന്നത്. അപ്പം പീരീഡ്സ് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് പീരീഡ്സ് ആയത് എനിക്കായിരുന്നു. എനിക്കല്ല, ഞാൻ സെക്കൻഡ് ലാസ്റ്റ്, വേറൊരു കുട്ടിക്കാണ് ലാസ്റ്റ് ആയത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അത്. അപ്പം സെക്കൻഡ് ലാസ്റ്റ് പീരീഡ്സ് ആയി എനിക്ക്. അങ്ങനെ പീരീഡ്സ് ഒക്കെ ആയിക്കഴിഞ്ഞ് ഒരു 9th ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ, ഞാൻ പറയാം വെക്കേഷൻ ആണെന്ന്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 3-4 മാസമൊക്കെ റെഗുലറായിട്ട് വന്ന്, അതിന് ശേഷം പയ്യെ ലൈക്ക് ഇങ്ങനെ വരാണ്ടായി. 1 മാസം വരുന്നില്ല, പിന്നെ 2 മാസം വരുന്നില്ല, അങ്ങനെയായി. സോറി. ആൻഡ് ലിറ്ററലി ഐ വാസ് റിയലി ഹാപ്പി അബൌട്ട് ദിസ്. കാരണം പാഡ് മാറ്റണ്ട, 2 നേരം കുളിക്കണ്ട, അങ്ങനെ എന്തൊക്കെ ലാഭങ്ങളാണ്. അപ്പം മടിച്ചാണല്ലോ. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വീട്ടിലൊന്നും പറയുകയും ചെയ്തില്ല ഈ കാര്യത്തിനെ പറ്റി. പിന്നെ ക്ലാസ്സിൽ നിന്ന് ബാക്കിയുള്ളവരെ ഇറിറ്റേഷനൊക്കെ കാണുവാണ്, പീരീഡ്സ് ആകുമ്പോൾ വയറുവേന, അത് ഇത്, എനിക്കിതൊന്നുമില്ല. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു, ദൈവത്തിനോട് നന്ദിയൊക്കെ ആയിരുന്നു പറഞ്ഞത് പീരീഡ്സ് ആവാത്തതിന്. അങ്ങനെ ഇരിക്കുകയാണ് ലൈക്ക് അങ്ങനെ അത് പോയി, അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ പോയി ഒരു 9th എന്നെ കാണാൻ കേസ് ഈ കൊടുത്തേക്കുന്ന പോലെയാണ്. അങ്ങനെയുള്ള ഞാനാണ് 10th എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ ആയത്. ഇതിങ്ങനെ പയ്യെ ഇങ്ങനെ നടന്നൊരു കാര്യമാണ്, ബട്ട് നമ്മൾ അറിയുന്നില്ല. എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ മാറിയ പോലെയാണ്. ഈവൺ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ആകെ ഒരു ബലൂണിൻ്റെ കാറ്റ് വീർത്തെടുക്കുന്ന ബലൂൺ എങ്ങനെയാണ് അതുപോലെ ആയിരുന്നു എന്നെ കാണാൻ. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും. അപ്പം പൊതുവേ നമ്മൾ തടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യം എന്തോ, തീറ്റ കുറയ്ക്കാൻ. ഇത് തന്നെ എന്നോടും എല്ലാവരും പറഞ്ഞു തുടങ്ങി ഗൈസ്. എൻ്റെ വീട്ടുകാരും ഫ്രണ്ട്സും ലൈക്ക് എല്ലാവരും ഇത് തന്നെ പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കുന്നതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ തടിച്ച് എന്നായി, അങ്ങനെ ഒരു കോൺസെപ്റ്റായി. അപ്പം വീട്ടുകാരെന്താ പറയാൻ കാരണം വെച്ചാൽ ഞാൻ നല്ലോണം കഴിക്കുമായിരുന്നു, ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കുമായിരുന്നു. എൻ്റെ ഒരു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെറുതെടുത്ത് കഴിച്ച്, ഉച്ചയ്ക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കും. വൈകുന്നേരം വന്നിട്ടൊരു കഴിപ്പുണ്ട്. ഞാൻ അത്രയും നേരം കഴിക്കാത്ത മൊത്തം വൈകുന്നേരം ഞാൻ ഒരുമിച്ചിരുന്ന് കഴിക്കും, ഇങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് ചെയ്യാറ്. കാരണം വൈകുന്നേരം വന്ന് കഴിഞ്ഞാൽ ഡ്രസ്സ് പോലും യൂണിഫോം പോലും മാറ്റാൻ ഞാൻ വരാതിലിരുന്ന് അമ്മ ഇരിക്കുന്നുണ്ടാവും ചോറുമായിട്ട്. എനിക്ക് വാരിത്തിര ചെയ്യാറ്. ചോറും പരിപ്പ് കറിയാണെങ്കിൽ പരിപ്പ് കറിയും തൈരും ഒരു പച്ചമുളകൊക്കെ നിരടിയോ വാരി വെള്ളം വരുന്ന പറയുമ്പോൾ അപ്പം പച്ചമുളകൊക്കെ നിരടി, അല്ലെങ്കിൽ മീൻ പൊരിച്ചതുണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി, മീൻ മുളകിട്ട കറി ഉണ്ടാക്കി കൂട്ടി, ഇതെല്ലാം കൂടെ നല്ലോണം ചോറ് കഴിക്കും ഗൈസ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 7 മണി 8 മണിയാകുമ്പോൾ വീണ്ടും വേറെ എന്തെങ്കിലും എടുത്ത് കഴിക്കും. മേ ബി ചപ്പാത്തി, നമ്മളെ വീട്ടിൽ രാത്രി ചപ്പാത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും കറി അപ്പം ഉണ്ടാക്കുന്നുണ്ടാവും, ഇതെല്ലാം കൂട്ടി അപ്പം കഴിക്കുക, അല്ലെങ്കിൽ വീണ്ടും ചോറ് കഴിക്കും. അപ്പം എന്നോട് പറയും, നീ ഇത്രയും നേരം കഴിക്കാത്ത മൊത്തം ഒരുമിച്ചിരുന്ന് കഴിക്കുക അല്ലേ. പിന്നെയാണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അരമണിക്കൂർ കൂടുമ്പോൾ എടുത്ത് കഴിക്കുന്ന വ്യക്തിയാണ് ഗൈസ്. അപ്പം ഞാൻ നല്ലോണം കഴിക്കും ഫുഡ്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാലം അവർ വിചാരിക്കുന്നത് ഞാൻ ഭക്ഷണം കുറേ കഴിച്ചിട്ട് എങ്ങനെയാവുന്നത്. 10ാം കാലം എന്നോട് പറയുമായിരുന്നു, നീ ഇത്രയൊക്കെ കഴിച്ചാലും നിന്റെ ശരീരത്തിൽ പിടിക്കുന്നില്ലല്ലോ, ഭയങ്കര ഭാഗ്യം തന്നെ. എൻ്റെ അമ്മയൊക്കെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും വീർക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ എന്നോട് ഇവരെല്ലാവരും തിരിച്ചു പറയാൻ തുടങ്ങി, ഫുഡ് കുറക്കി. ഇത് കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് എന്തൊരു വിഷമമായിരുന്നു എന്നറിയാം അത് കേൾക്കുന്ന സമയത്ത്. അത് ഞാൻ നല്ലൊരു ഫുഡിയാണ്, അപ്പോൾ എന്നോട് ഭക്ഷണം കുറക്കി, തടിയുണ്ട്, നീ ഭക്ഷണം കുറയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വരാറ്. അങ്ങനെ പോയി. ആ 10ാം ക്ലാസ് അങ്ങനെ തന്നെ പോയി. അപ്പോഴും അറിയുന്നില്ല കേട്ടോ വീട്ടിൽ എനിക്ക് പീരീഡ്സ് ആവുന്നില്ല എന്ന്. അങ്ങനെ 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിൽ അമ്മ എങ്ങനെയോ അറിഞ്ഞു എനിക്ക് പീരീഡ്സ് ആവുന്നില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് അമ്മ എന്നെ കൊണ്ടുപോയി ഇക്ര ഹോസ്പിറ്റലുണ്ട് കോഴിക്കോട്, അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച സമയത്ത് എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 67, 68 അങ്ങനെ എന്തോ ആയിരുന്നു എൻ്റെ വെയിറ്റ്. എൻ്റെ ഹൈറ്റ് 159 സെൻറ്റിമീറ്റേഴ്സാണ്. അപ്പോൾ ഒബ്വിയസ്ലി എൻ്റെ വെയിറ്റ് നല്ല കൂടുതലാണ്. എൻ്റെ BMI ഒക്കെ ആകെ പോയി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ പീരീഡ്സ് ആവാണ്ടിരിക്കുന്ന വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ടാണ് വെയിറ്റ് കുറയ്ക്കാനും. അപ്പോൾ വെയിറ്റ് എങ്ങനെയാണ് അപ്പോൾ കുറയ്ക്കുക? അപ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ എങ്ങനെ കുറയ്ക്കാൻ തുടങ്ങി കേട്ടോ വീട്ടിൽ നിന്ന്. എനിക്ക് തരുന്ന ഫുഡൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. ഞാൻ എന്ത് കഴിച്ചാൽ ഇതെന്നെ പറയുന്നത്, ഞാൻ മാനസികമായിട്ട് ഫുൾ പോയി കിടക്കുകയാണ്. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഒന്നാമത് ഇത്രയും കാലം ഇങ്ങനെ അല്ലാത്ത ഞാനാണ് പെട്ടെന്ന് ഇങ്ങനെ ആയത്. അപ്പോൾ എനിക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വെറും തടിച്ചാൽ മാത്രമല്ല, വേറെ കുറേ ഫിസിക്കൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. കഴുത്തിന് ചുറ്റും ഒരു കറുപ്പ് നിറം, കഴുത്തൊക്കെ ഇങ്ങനെ കുറേ മടക്കുകളായിട്ട് കിടക്കുക, അങ്ങനെ കുറേ മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ വന്നിട്ടുണ്ട്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഡോക്ടർ ഈ തടി കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തായി, അമ്മ നേരെ കൊണ്ടുപോയി എന്നെ ജിമ്മിൽ ചേർത്ത്. അപ്പോൾ ജിമ്മിൽ ചേർക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ 11th എത്തി കേട്ടോ ഗൈസ്. വെക്കേഷനൊക്കെ കഴിഞ്ഞ് 11th എത്തിയിട്ടുണ്ട്. അപ്പം രാവിലെ 6:30 എഴുന്നേക്കണം. ഞാൻ നല്ലോണം കിടന്നുറങ്ങുന്നൊരു വ്യക്തിയാണ്. എന്നെ രാവിലെ പപ്പ വന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകും. ഈ ജിമ്മിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കുറേ കളിച്ച്, ജിമ്മിൽ പോയി കളിച്ച് ഒന്നും നടക്കുന്നില്ല. എനിക്ക് ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ട് ജിമ്മിൽ പോയി നേരെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ ഛർദ്ദിച്ചു. മറ്റേ പിത്തം ഛർദ്ദിക്കാന്നൊക്കെ പറയില്ലേ, തടി അനങ്ങാത്തോണ്ടാന്നൊക്കെ പറയുന്നത്. എന്തായാലും ശരി, അങ്ങനെയൊക്കെ ആയി. പിന്നെ എന്താ പറയുക,
ഈ ചപ്പാത്തി. ഞാൻ ചപ്പാത്തിയായി എൻ്റെ ഫുഡ്. ഞാൻ ഉച്ചയ്ക്ക് 2 ചപ്പാത്തി, സ്കൂളിൽ കൊണ്ടുവന്ന 2 ചപ്പാത്തി, ലൈക്ക് രാത്രി 2 ചപ്പാത്തി, രാത്രിയല്ല വൈകുന്നേരം സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നേരം വൈകുന്നേരം 2 ചപ്പാത്തി, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾ കറിയാണ് അത്, അല്ലെങ്കിൽ ചിക്കനോ മീനുണ്ട് അത്, ഇത്ര മാത്രം. വേറെ ഫുഡൊന്നും ഞാൻ കഴിക്കില്ല. രാവിലെ ചിലപ്പോൾ ഒന്നും കഴിക്കില്ല, ഒന്നും കഴിക്കാണ്ട് പോകും. ഞാൻ തന്നെ ഭയങ്കര എൻ്റെ മനസ്സിലായി ഞാൻ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനെ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞാൻ കുറച്ച് ഒട്ടും കഴിക്കാണ്ടായി. എന്നിട്ടും ഈ പണ്ടാരം പിടിച്ച തടി കുറയുന്നില്ല. അങ്ങനെ ജിമ്മിൽ പോയതിൻ്റെ ശേഷം ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ ആണെങ്കിൽ ഞാൻ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു അപ്പോഴത്തേക്ക്. കാരണം വേറെ ആരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മളെ വീട്ടുകാരും ഇങ്ങനെയൊക്കെ പറയാമെന്ന് പറയുമ്പോൾ, കാരണം എൻ്റെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും കാര്യം വന്നാലും എല്ലാത്തിനും സൊല്യൂഷൻ തരുന്നതും അല്ലെങ്കിൽ എന്നെ നല്ലോണം ഉപദേശിക്കുന്നതൊക്കെ എൻ്റെ പപ്പയാണ്. പപ്പ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമാകും. ഒരു തവണ ഞങ്ങൾ ട്രിപ്പ് പോയി ബാംഗ്ലൂർ. അപ്പം നമ്മൾ ട്രിപ്പിന് പോയി ലൈക്ക് നമ്മൾ എന്താ പറയുക, താഴത്തേക്ക് എന്താ ഇറങ്ങുക, ലിഫ്റ്റിൽ ഇറങ്ങുകയാണ്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. അപ്പം എല്ലാവരും പറഞ്ഞ് ഫ്രൈഡ് റൈസ് മതി എന്നു എൻ്റെ അനിയൻ പറഞ്ഞു. അപ്പം ഞാനും പറഞ്ഞാൽ എനിക്കും ഫ്രൈഡ് റൈസ് മതി എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നീ എങ്ങോട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്, നീ കുറേ കഴിച്ചതല്ലേ, ഈ തടിയൊക്കെ കണ്ടില്ലേ എന്ന് പറഞ്ഞു. എനിക്കാകെ സങ്കടം. ഞാൻ പോയി റൂമിലേക്ക് തിരിച്ചു പോയിരുന്ന് കരയൊക്കെ ചെയ്ത് കിടന്നു കരഞ്ഞു. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെ എന്നെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമുക്ക് എഗെയിൻസ്റ്റ് പറയുന്ന സമയത്ത് എത്രമാത്രം വിഷമം വരും. അപ്പം അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസിലൂടെയൊക്കെ പൊക്കോണ്ടിരിക്കുവാണ്. എല്ലാവരും എൻ്റെ അനിയനൊക്കെ തൊട്ടേനും പിടിച്ചതിനൊക്കെ തടിച്ചീന്ന് വിളിച്ചു തുടങ്ങി. ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ അതുവരെ എടി പോടി എന്നൊക്കെ വിളിച്ചത് തടിച്ചീ വീപ്പക്കുറ്റി ഇങ്ങനെയൊക്കെ ആയി. അപ്പം ടോട്ടലി ഞാനൊക്കെ മാനസികമായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് തന്നെ എനിക്കും തോന്നി എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ തടിയൊന്ന് കുറയ്ക്കണം. അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു ഹോസ്പിറ്റൽ, അതായത് മലബാർ ഹോസ്പിറ്റൽ അമ്മ എന്നെ കൊണ്ടുപോയി കാണിച്ചത്. അവിടുന്ന് കാണിച്ചപ്പം ഈ സ്കാനിങ് ചെയ്തപ്പം, അതായത് അൾട്രാസൗണ്ട് ചെയ്ത സമയത്ത് മനസ്സിലായി എനിക്ക് PCOD ഉണ്ട് എന്ന്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് PCOD എന്താണെന്ന് കേൾക്കുന്നത്. അപ്പം ഞാൻ നേരെ പോയി ഗൂഗിൾ ചെയ്തു PCOD എന്താണെന്ന്. അപ്പം അത് കണ്ടപ്പോൾ ആകെ എനിക്ക് ടെൻഷനൊക്കെ ദൈവം എനിക്ക് എന്താ സുഖമാണ് എന്നുള്ള രീതിയിലായി. അപ്പം എൻ്റെ 2 ഓവറീസും പോളിസിസ്റ്റിക് ആണ്. അപ്പം ഡോക്ടർ എനിക്ക് ഒരു 2 മെഡിസിൻ തന്നു. മെറ്റ്മോർഫിൻ എന്നോ തോന്നുന്നു മെഡിസിൻ്റെ പേര്. ഒന്നിൻ്റെ പേര് ഒന്നൊരു ഓറൽ പില്ലാണ്. നമ്മൾ ഈ പ്രഗ്നൻറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഴിക്കുന്ന പില്ലില്ലേ, അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് ഓറൽ പീരീഡ്സ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പില്ലാണത്. എന്ന് വെച്ചാൽ 21 ദിവസം നമ്മൾ ആ മെഡിസിൻ കഴിക്കുക, എന്നിട്ട് വിത്തിൻ 1 വീക്ക് നമുക്ക് പീരീഡ്സ് ആവും. പീരീഡ്സ് ആയിട്ട് 5ാമത്തെ ദിവസം മുതൽ വീണ്ടും ആ മെഡിസിൻ കഴിക്കുക. അപ്പം ഇത് കഴിച്ചപ്പോഴത്തേക്ക് ഒരു 11th ഒക്കെ ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ആയപ്പോഴത്തേക്ക് ഞാൻ ആകെ മാറി. ഇത് കഴിച്ച് 2 മാസം കൊണ്ട് എൻ്റെ 10 കിലോ ഒക്കെ ഒറ്റയടിക്ക് അങ്ങ് കുറഞ്ഞു. ഞാൻ നേരെ 56 ആ ഒരു രീതിയിലൊക്കെ ആയി എൻ്റെ വെയിറ്റ്. അപ്പം ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളിൽ പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര അമ്പരപ്പ്. ടീച്ചേഴ്സും കുട്ടികളൊക്കെ കുറച്ച് തടിയൊക്കെ ഉള്ളവർ വന്ന് എൻ്റെ അടുത്തൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ടിപ്സ് ആൻഡ് ട്രിക്സ് തടിയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ കുറച്ചു എന്നൊക്കെ. അപ്പം ഞാൻ ഈ കഥയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അപ്പം ഇതിൻ്റെ ഇടയിൽ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ അനുഭവിച്ച ആ ഒരു ബോഡി ഷേമിങ്, ഞാൻ ഇത്രയും തടിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു അസുഖമാണ്, PCOD എന്ന് പറയുന്നൊരു അസുഖമാണ്. ഞാനത് ട്രീറ്റ് ചെയ്തില്ല. എന്താണ് ഞാനത് കണ്ടെത്തി അറിഞ്ഞില്ല. അപ്പം എൻ്റെ ബോഡിയിലുണ്ടായ ചേഞ്ചുകളാണ്. പക്ഷേ ബാക്കിയുള്ളവർ, ഒരു വ്യക്തി തടിച്ചാലും ബാക്കിയുള്ള എല്ലാവരുടെയും കാഴ്ചപ്പാട് അവൾ അല്ലെങ്കിൽ അവൻ നല്ലോണം കഴിക്കും, ഫുഡ് കഴിക്കുന്നതിനെ കൊണ്ടാണ്. എന്താ ഫുഡ് കഴിക്കുന്നത് ഇത്ര വലിയ കുറ്റമാണോ ഗൈസ്? അല്ലല്ലോ, ഫുഡ് കഴിക്കുന്നത് നല്ലതല്ലേ. നിങ്ങൾ ബാക്കിയുള്ളവർ കഴിക്കാൻ പറ്റുന്നത് അസുഖം കുശുമ്പമാണോ? അത് ഒരാൾ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ. പക്ഷെ ഒരാൾ തടിച്ചാൽ അതിൻ്റെ ഒരു എന്താ പറയുക കാരണം വെറും ഫുഡ് കഴിക്കൽ മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ആൾക്കാർ പഠിക്കണം. അല്ലാതെ വെറുതെ ഒരാളെ കയറിച്ച് അതും പ്രത്യേകിച്ച് ഒരു മെലിഞ്ഞ ആൾ പെട്ടെന്ന് ഇങ്ങനെ ആവുന്നതിൻ്റെ കാരണം വെറും ഫുഡ് കഴിക്കുന്ന മാത്രമല്ല, അയാൾക്ക് വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കുക വേണ്ടത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്താലോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈ ബോഡി ഷേമിങ്ങിനെ പറ്റി എത്ര പറഞ്ഞാലും, ഇപ്പം ഞാൻ അതിന് എഗെയിൻസ്റ്റ് ആണ്. എന്നാലും ശരി, ഇപ്പം എനിക്കറിയാത്തൊരു വ്യക്തിയെ ഞാൻ വേറൊരാളടുത്ത് പറയുന്ന സമയത്ത് ഞാൻ അയാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടായിരിക്കും പറയുക. നമ്മൾ പറഞ്ഞു പോകുന്നതാണ്, നമ്മൾ പഠിച്ച് വളർന്നത്, നമ്മൾ കേട്ട് വളർന്നത് അങ്ങനെയാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. പക്ഷെ നമ്മളത് എപ്പോഴാണ് നമ്മളെ തിരുത്തണം എന്ന് വിചാരിക്കുന്നത് അപ്പം തന്നെ ഒരു നല്ലൊരു ചേഞ്ച് തരും. ഇപ്പം ഞാൻ ഇത്രയും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +1 +2 ഞാൻ പഠിച്ച സ്കൂള്, അവിടുത്തെ ചില ടീച്ചേഴ്സ്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ടീച്ചേഴ്സ് ഭയങ്കരമായി, കാരണം ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആൾക്കാർ വരെ അങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണത്. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ 11th കളർ ഡ്രസ്സ് ആയിരിക്കുമല്ലോ ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ. അപ്പം ചുരിദാറൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ ഷോൾ ഇട്ട് വരണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഷോൾ ഇടാൻ ഞാൻ ഷോൾ ഉപയോഗിക്കാത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഒരു സ്കാർഫ് എടുത്ത് ഞാൻ ഇങ്ങനെ ചുറ്റി ഞാൻ ഇട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് 2 പാർട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ആ രീതിയിൽ ഇട്ട് പോയപ്പം എൻ്റെ ഒരു മാം എന്നെ പിടിച്ച് പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്കിപ്പോഴും. ഇതൊക്കെ മുന്നൊക്കെ നല്ലോണം ഉള്ളവർ ഇങ്ങനെയൊക്കെ ആണോ വരിക, അതൊക്കെ മറച്ചിട്ട് വേണ്ട വരാൻ
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. എനിക്ക് എനിക്ക് പിന്നൊക്കെ കുത്തി തന്നിട്ടുണ്ട്. അപ്പം അതൊന്നും എൻ്റെ മനസ്സിൽ നല്ല ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കിയത്. മേ ബി അവർ ചെയ്തിട്ടുണ്ടാവാൻ നല്ല ഉദ്ദേശം വെച്ചിട്ടായിരിക്കും, പക്ഷെ അങ്ങനെയല്ല ഒരു കുട്ടീൻ്റെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അങ്ങനെയല്ല. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മുടെ തടി എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കുറ്റമാണ് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അങ്ങനെയല്ല അത് ട്രീറ്റ് ചെയ്യേണ്ടതും ആക്കേണ്ടതും. ഞാൻ കുറേ അനുഭവിച്ചിട്ടുണ്ട്, കുറേ വിഷമിച്ചിട്ടുണ്ട്, കുറേ കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ തടി കാരണം ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. വൺസ് എന്നെ അത്രയും കാലം തടിച്ച് എന്ന് വിളിച്ചവരെല്ലാവരും ഞാൻ ഈ മെലിഞ്ഞ് വന്ന സമയത്ത് ആളുകൾക്ക് ഇത്രയും മെലിഞ്ഞല്ലോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു അപ്രീസിയേഷൻ ആയിട്ടല്ല ഞാൻ കാണുന്നത്. എന്താണ് തടിക്കുന്ന മെലിയെന്നൊക്കെ ഇത്ര വലിയ കുറ്റമാണോ? കുറ്റമല്ല. അപ്പം PCOD എന്ന് പറയുന്ന ഒരു സംഭവം കാരണമായിരുന്നു എനിക്ക് ഇത്രയും ഒരു സിറ്റുവേഷൻ ഇതിലൂടെയൊക്കെ പോകേണ്ടി വന്നത്. ഞാൻ കുറേ ഫുഡ് കൺട്രോൾ ചെയ്തു. എന്ന് പറയാനാണെങ്കിൽ PCOD എന്ന് പഠിക്കുന്ന സമയത്ത് ഗൂഗിളിൽ പറയുന്നത് അത് കഴിക്കരുത്, ഇതിൻ്റെ മിൽക്ക് പ്രൊഡക്ട്സ് കഴിക്കരുത്, അത് കഴിക്കുക. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ഫുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയൊക്കെ ഫുള്ള് കളഞ്ഞു. ഒരു തവണ ഞാൻ ഫുള്ള് കളഞ്ഞു. അങ്ങനെയെല്ലാം കൂടെ ഞാൻ ആകെ ക്ഷീണിച്ച് ഒരുമാതിരി ആയിരുന്നു. എന്നെ കണ്ണിലൊക്കെ ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളെല്ലാം വന്നിട്ട്. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ PCOD കുറേ പേർക്ക് ഉണ്ട്. ചോദിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു 10 മിനിമം, ഞാൻ വെറുതെ ഒരു കണക്ക് പറയുന്നതാണ്, 10 മിനിമം ഒരു 5 പേർക്കെങ്കിലും PCOD ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താ വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര സില്ലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അവർ കാണിക്കൊന്നുമില്ല, പറയാതെ 3 മാസം കുടുംബം വരില്ലേ, പിന്നെ എന്തിനാ പോകുന്നത് എന്നുള്ള പറയുന്നതുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മളത് കാണിക്കാം. നമ്മൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ മെഡിസിൻ കഴിക്കണം എന്ന് പറയുകയാണെങ്കിൽ കഴിക്കുക, കഴിക്കേണ്ടെന്ന് പറയുകയാണെങ്കിൽ കഴിക്കേണ്ട. എന്തൊക്കെയാണ് നമ്മളതിന് എക്സസൈസ് ചെയ്യുക, മെയിനായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. ഞാൻ അന്ന് ജിമ്മിൽ പോയത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പോയെങ്കിൽ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ദൂരം വരെ നടക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നടക്കുക എന്ന് പറയുന്നത് അങ്ങനെയെങ്കിലും ശരീരം അനങ്ങട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക. എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുക. എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ കുറേ ഞാൻ ഫുഡ് കഴിക്കേണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ നല്ലോണം കഴിക്കുന്ന ആളാണ്. പക്ഷെ നമ്മളെല്ലാം കൺട്രോൾ ചെയ്ത് കഴിക്കുക. അത് നമ്മുടെ ശരീരത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നാലോചിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ കാര്യം ഉണ്ടെങ്കിൽ അത് കഴിക്കരുതെന്നാണ് നമ്മൾ മാക്സിമം ഒഴിവാക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റ് ആയത് കളയണമെന്നല്ല. നമ്മൾ കുറച്ചൊക്കെ ആയിട്ട് കഴിക്കുക. വല്ലപ്പോഴൊക്കെ എന്തെങ്കിലും ഓവറായിട്ട് കഴിച്ചാൽ അത് ഇത്ര വലിയ പ്രശ്നമൊന്നും അല്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പം PCODയുടെ കാര്യം വെറും PCOD വന്നു പറഞ്ഞാൽ വെറും തടി മാത്രം വരിക എന്നല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ശരീരത്തെ ഹോർമോൺസ് ആകെ ഇംബാലൻസ്ഡ് ആവുകയാണ്. മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ വരും. മെൻ്റൽ ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ഭയങ്കര സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. വെറും തടി മാത്രമല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നതും ദേഷ്യം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് PCODയുടെ പ്രശ്നങ്ങൾ. അങ്ങനെ ഹോർമോൺസ് ഒക്കെ ടോട്ടലി ഇംബാലൻസ്ഡ് ആവണം. അപ്പം ആർക്കെങ്കിലും PCODയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇറഗുലർ പീരീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ ഒരു വൺസ് എങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു അൾട്രാസൗണ്ട് എടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്ത കാര്യം, ഈ ബോഡി ഷേമിങ്. ഇത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം എൻ്റെ എല്ലാവരും എനിക്ക് തോന്നുന്ന ലൈഫിൽ 1-2 തവണയെങ്കിലും ഈ പറയുന്ന ബോഡി ഷേമിങ് എന്നുള്ള ആരെങ്കിലും പറഞ്ഞിട്ടോ ആക്കിയിട്ടോ ഒക്കെ നമ്മൾ കേട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. അത് ചിലവർക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. എനിക്കത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഉണ്ടായിട്ടുണ്ട്. കഴിയുന്നതും ആൾക്കാരെ ബോഡി ഷെയിം ചെയ്യാണ്ട് നിൽക്കാൻ നോക്കുക. കാരണം നാളെ മറ്റന്നാൾ വേണമെങ്കിൽ നമ്മളും അങ്ങനെയൊക്കെ ആവാം. ചിലപ്പോൾ കാണുന്ന ഞാനായിരിക്കില്ല. നാളെ മറ്റന്നാൾ ഞാൻ തടിക്കും, ചിലപ്പോൾ ഞാൻ മെലിയും. എൻ്റെ ശരീരമാണ്. ചിലപ്പോൾ ഞാൻ ടാൻ അടിക്കും, ചിലപ്പം ഭയങ്കരമായിട്ട് വെളുക്കും, ചിലപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് കറുത്തു പോവും, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കുക. അപ്പം അതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യാൻ പഠിക്കുക. കാരണം ജീവിതം അതാണ്, എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ, എപ്പോഴും നമ്മൾ മാറിക്കൊണ്ടിരിക്കൂലേ. അപ്പം കഴിയുന്നതും ആരെയും മാനസികമായിട്ട് വിഷമിപ്പിക്കാണ്ട് നിൽക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി എന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഒരു എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ മാറിയതെന്ന്. ഞാൻ കാര്യമായിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. പല പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കൊണ്ടൊന്നും എനിക്കൊരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ PCOD എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു. അപ്പം മെയിനായിട്ട് ഇത് വല്ലതും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഫസ്റ്റായിട്ട് ഇറഗുലർ പീരീഡ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് കാണുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും ഗൈസ്. പിന്നെ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യമൊക്കെ വരികയാണെങ്കിൽ നമ്മൾക്ക് ഹെൽത്തിനോ കാര്യത്തിനോ പ്രശ്നമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് തന്നെ സ്വന്തം തോന്നണം മാറ്റണം എന്നാണേ മാറ്റുക. അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടാക്കിയിട്ടൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം എൻ്റെ തടി, ഞാൻ ആ തടീന്ന് ഇതിലേക്ക് ആയപ്പോഴും എൻ്റെ ബോഡിക്ക് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം പറയുകയാണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് ഇപ്പോൾ എൻ്റെ കയ്യിൽ കാണുന്നുണ്ടോ എനിക്കല്ലതാ കണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഒരു വെളുത്തെടുക്കുന്ന എനിക്ക് കയ്യിൽ സ്ട്രെച്ച് മാർക്സ് ഉണ്ട്. എനിക്കത് മാറ്റണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മാറ്റണം എന്നാണെങ്കിൽ കുറേ എന്തൊക്കെയോ ടിപ്സൊക്കെ ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല.
നമ്മൾ എന്താണോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക, നമ്മളതിൽ ഹാപ്പി ആവുക. നമുക്ക് മാറണം തോന്നുവാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക. അതിനങ്ങനെ ഓവർ ശ്രമിച്ച് ഭയങ്കര വിഷമിച്ചാക്കി ഡിപ്രസ്ഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പയ്യെ ട്രൈ ചെയ്യുക, ഒക്കെ ശരിയാവും. അപ്പം താങ്ക് യു ഗൈസ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.